സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20th സെപ്റ്റംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി ഏരിയകൾ, ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. അതുപോലെ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ഒരു രണ്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു, ഒരു ടാർജറ്റ്. ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് അടിപൊളി ട്രേഡ്. നമ്മുടെ SL 0.2 പൈസക്കാണ് ഹിറ്റായിട്ട് പോയത്. നല്ല ട്രേഡ്, അതും നല്ല 3 ട്രേഡും നല്ല വ്യൂ തന്നെയായിരുന്നു. നിഫ്റ്റിയിൽ വരുന്ന ട്രേഡും കറക്റ്റായിട്ട് SL ഹിറ്റ് ചെയ്ത് ടാർജറ്റിലേക്ക് പോയത് തന്നെയായിരുന്നു. ഓവറോൾ ഇന്ന് 3 ട്രേഡ് ടാർജറ്റ് അടിക്കേണ്ട ട്രേഡ്, അത്രയും നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ലിക്വിഡിറ്റി കോൺസെപ്റ്റ് വെച്ചിട്ട്. പക്ഷേ ഒരു ട്രേഡ് പ്രോഫിറ്റബിൾ ആയിട്ട് പോലും നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിൾ ആണ്. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് 1:5 റേഞ്ചിലാണ് എടുക്കുക എന്നുള്ള ഒരു ഗുണം കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസ് നാളത്തെ ലെവൽസ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ലിക്വിഡിറ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് എനിക്ക് ഈ ഒരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഏരിയയാണ്. 25,285 എന്നുള്ള റേഞ്ച് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈഡ് ട്രേഡിന് ഈ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡ് ഏരിയയിലേക്കായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇനി ഓവറോൾ ഇനി ഡൗൺ സൈഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് ട്രേഡിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന 25,467 എന്നുള്ള ലെവൽ ഓൾറെഡി നിയറസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇത് 2 ഏരിയകളാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ കാണുന്നത്. പിന്നെ ഒരുപാട് താഴെയാണ് നിഫ്റ്റിയിൽ. 2 ഏരിയകളെ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാട്ടോ, ഫ്യൂച്ചർ ചാർട്ടിലും ഇതിലൊന്നല്ല. ഇന്ന് ഞാൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ട്രേഡിംഗ് ഏരിയാസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ അങ്ങനെ ഏതും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സിലില്ല, ഈവൻ 5 മിനിറ്റ്സിൽ ഓക്കെ. 5 മിനിറ്റ്സിൽ കുറച്ച് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. പിന്നെയുള്ള ഏരിയ വേണമെങ്കിൽ ഒരുപാട് മുകളിലായിരിക്കും. മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഓൾ ടൈം ഹൈ എന്നുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഓൾ ടൈം ഹൈ എന്നുള്ള ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ്. തൊട്ടടുത്താണ് ഓൾ ടൈം ഹൈൻ്റെ ഉണ്ടായിരുന്നത്. അതായത് ഓൾ ടൈം ഹൈ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് തൊട്ടടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്നാണ് റിവേഴ്സൽ വന്നത്. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒക്കെ മാർക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരാം. ഫ്യൂച്ചർ ചാർട്ടിൽ ഇവിടെ ഈ ഓൾ ടൈം ഹൈ എടുത്ത് മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ചെയ്ത ട്രേഡാണ് ഈ ഒരു ട്രേഡ്. നല്ല അടിപൊളി ട്രേഡാണ്. പക്ഷേ നമ്മൾ 1:1 ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ആണ് ഇട്ടായത്. ഈ ഒരു ട്രേഡാണ് നമ്മൾ ഈ എൻട്രി എടുത്തു. അതിന് ശേഷം ട്രെയിലിങ്സ് ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 200 പോയിൻറ്റ്സ് വരെ വന്നപ്പോൾ ട്രെയിൽ ചെയ്തു 100 പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം പിന്നെ 300 പോയിൻറ്റ്സ് എത്തി നമ്മുടെ ടാർഗറ്റ് ഏരിയ വന്നപ്പോൾ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിൽ ഡെയിലി ഓൾ ടൈം ഹൈൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തതാണ്. പക്ഷേ നമുക്കെന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ നോർമൽ ചാർട്ടിൽ നോക്കേണ്ട സമയത്ത് ഈ ഒരു ഓൾ ടൈം ഹൈ വേണമെങ്കിൽ ഒരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. 53,357 ആ ഒരു ലെവൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്ന ലെവൽസ് എന്ന് വെച്ചാൽ ഈ ഒരു ലെവലാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഇപ്പോൾ ലെവൽ. അതായത് 52,622 ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട്. ഇനി അല്ലാതെ മാർക്കറ്റ് 53,357 എന്നുള്ള റേഞ്ച് ആണെങ്കിൽ നമ്മൾ ഓൾ ടൈം ഹൈ ആണ്. അതൊരു എന്താ പറയുക, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ കൂടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വേണമെങ്കിൽ പറയാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ. അത് ഇന്നത്തെ ഇതിനനുസരിച്ചിട്ടാണ് പ്രൈസിന്. ഇനി നാളെ നെക്സ്റ്റ് ഡേ 20th ഓഗസ്റ്റിന് മാർക്കറ്റിൽ ഈ 2 ഏരിയൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ആണ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ക്രിയേറ്റ് ആവുന്ന ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചായിരിക്കും ട്രേഡ് ചെയ്യുക. അന്നത്തെ പ്രൈസ് ആക്ഷൻ മീൻസ് അന്നത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയയോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഏരിയയിലൊക്കെ ആയിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി ഫസ്റ്റ് അറ്റംപ്റ്റ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ചെയ്യുക. ഇത് മാർക്കറ്റ് ഇതിൻ്റെ ഏരിയയിൽ ഓപ്പൺ ആയി അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഓപ്പൺ ആയി അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയതിനു ശേഷം ഇങ്ങോട്ട് വന്നതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആദ്യം ഈ ഒരു അറ്റംപ്റ്റ് ഞാൻ നോക്കും. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കും, ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കും ആയിരിക്കും ഞാൻ നോക്കുക. അതിന് ശേഷം അതിൽ SL ആണോ ടാർജറ്റ് ആണോ നോക്കിയതിന് ശേഷം അന്നത്തെ പ്രൈസ് ആക്ഷനിലെ ലിക്വിഡിറ്റി ട്രാപ്പിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാവരും നോക്കി നോക്കുക മാർക്കറ്റ് വർക്ക് ആവുന്നുണ്ടോ. എന്താ പറയുക, നോർമലി ഇൻഡിക്കേറ്റേഴ്സ് സിമ്പിളായിട്ടുള്ള RSI അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ഇത്ര വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഞാൻ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ട്രേഡ് ചെയ്താണ്, പക്ഷേ എനിക്ക് തീരെ റിസൾട്ട് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ആരും ഇതാക്കി പറയുന്നല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ പഠിച്ചെന്ന് വിചാരിച്ചിട്ട്
അതിൽ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലങ്ങ് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാ സിസ്റ്റവും നോക്കി നോക്കുക എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഞാൻ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടുള്ള സിസ്റ്റത്തിലെ ഫോക്കസ് ചെയ്യും. അല്ലാതെ നമ്മൾ ഒരു സിസ്റ്റം പഠിച്ചു അല്ലെങ്കിൽ പിവോട്ട് പോയിന്റ് CPR അടിപൊളിയാണ്, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളുടെ വീഡിയോ കണ്ടിട്ടോ ഇപ്പോൾ ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു കാര്യം മാർക്കറ്റിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പേപ്പർ ട്രേഡ്, അതുവരെ പേപ്പർ ട്രേഡ് ചെയ്യുക. ഇൻ കേസ് CPR അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണോ പേപ്പർ ട്രേഡ് ചെയ്യുക അത് ചെയ്ത് നോക്കുക, ലിക്വിഡിറ്റി വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതിലാണോ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുശേഷം റിയൽ മണി ഇട്ടിട്ട് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവും. അങ്ങനെ ആകുമ്പോൾ വലിയ കാശ് കളയാതെ ട്രേഡിംഗ് പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.